ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, സാധനങ്ങളുടെ വില ഇനി കുറയാൻ പോവുകയാണ്. ന്യൂ ആൻഡ് അഡ്വാൻസ്ഡ് GST റിഫോംസ് നടപടിയിൽ വന്നിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്നത് 4 GST സ്ലാബുകളായിരുന്നു. 5%, 12%, 18%, 28%. പക്ഷേ ഇനി അങ്ങനെയല്ല, 2 GST സ്ലാബുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് 5%, മറ്റൊന്ന് 18%. ആൻഡ് ഒരു 40% ടാക്സിന്റെ സ്പെഷ്യൽ സ്ലാബും കൂടിയുണ്ട്. ജനങ്ങൾക്ക് ഇതൊരു വലിയ ദീപാവലി ഗിഫ്റ്റ് ആയിരിക്കുമെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അതെന്തൊക്കെ ആയാലും മാർക്കറ്റിന് ഇതൊരു വലിയ ഗുഡ് ന്യൂസ് ആണ്. ഗുണം ഉടനെ ഉണ്ടായേക്കണമെന്നില്ല, പക്ഷെ പതിയെ എന്തായാലും ഗുണമുണ്ടാവും. ടാക്സ് കുറയുന്നത് കാരണം ദിവസേന ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഒത്തിരി സാധനങ്ങളുടെ വില കുറയും. വില കുറഞ്ഞാൽ കൺസംഷൻ കൂടും, കൺസംഷൻ കൂടിയാൽ GDP കൂടും. മാത്രമല്ല പല കമ്പനികളുടെ ലാഭവും കൂടും. കമ്പനികൾക്ക് നല്ല ലാഭമുണ്ടായാൽ അടുത്ത വരുന്ന ക്വാർട്ടറുകളിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. നല്ല റിസൾട്ട് ഉണ്ടായാൽ അത് മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കും. 5% ടാക്സ് ബ്രാക്കറ്റിലേക്ക് മാറ്റിയ ചില സാധനങ്ങളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം. ഹെയർ ഓയിൽ, ഷാംപൂ, തെർമോമീറ്റർ ഉൾപ്പെടുന്ന ഒത്തിരി എസെൻഷ്യൽ ആൻഡ് മെഡിക്കൽ യൂട്ടിലിറ്റീസ് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 18% ടാക്സ് ലാബിലേക്ക് മാറ്റിയ ചില സാധനങ്ങളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം. 1500ഉം 1200ഉം CCക്ക് താഴെയുള്ള ഡീസൽ ആൻഡ് പെട്രോൾ കാർസ്, 350 CCക്ക് താഴെയുള്ള ബൈക്കുകളെല്ലാം ഇതിൽ ഉൾപ്പെടും. ഇനി മുതൽ നോട്ട്ബുക്ക്, പെൻസിൽ, ഇറേസർ മുതലായ കാര്യങ്ങൾക്ക് GST ഇല്ല. അതേസമയം ടൊബാക്കോ, സിഗരറ്റ്, കാർബണേറ്റഡ് ബിവറേജസ്, കഫൈനേറ്റഡ് ബിവറേജസ്, ലക്ഷറി വെഹിക്കിൾസ് ഇവയ്ക്കെല്ലാം 40% GST ആയിരിക്കും വരുന്നത്. GST കൂടുന്ന സാധനങ്ങളുടെ സെയിൽസ് കുറയും. അത് മാർക്കറ്റിനെ നെഗറ്റീവായി ഇമ്പാക്റ്റ് ചെയ്യും. GST കുറയുന്ന സാധനങ്ങൾ വിൽക്കുന്ന കമ്പനികളുടെ സെയിൽസ് കൂടും. അത് മാർക്കറ്റിന് പോസിറ്റീവാണ്. അപ്പം GST കുറഞ്ഞ മേഖലകളിലെ കമ്പനിയുടെ സ്റ്റോക്സ് വാച്ച് ചെയ്യുക. ഫ്യൂച്ചറിൽ ഗുണമുണ്ടാവാൻ സാധ്യത. ആൻഡ് ഈ മാറ്റങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആവുന്നത് സെപ്റ്റംബർ 22 മുതലാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.